സുല്ലി സിമ്പിൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്ന രസ്മലായി എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ഇതിനായി 1 ലിറ്റർ പാലെടുക്കണം. ഫുൾ ഫാറ്റ് പാലായിരിക്കണം. ഏലക്ക ഒരു 6 എണ്ണം ചതച്ചെടുക്കണം. 10 ബദാം ചെറുതായി അരിഞ്ഞെടുക്കണം. 10 പിസ്ത ചെറുതായി അരിഞ്ഞത്, ഒരു നുള്ളു കുങ്കുമപ്പൂ, നെയ്യ്, ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ, പഞ്ചസാര, പാൽപ്പൊടി, മുട്ട. ആദ്യം നമുക്ക് പാലിൽ കൊണ്ടുള്ള മിശ്രിതം തയ്യാറാക്കണം. അതിനായി വട്ടമുള്ള ഒരു പാനിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഏലക്ക ചതച്ചത് അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇടേണ്ടത്. ഇനി നമുക്ക് തീ കത്തിക്കാം. മധുരം കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ച് 1 സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി പഞ്ചസാരയും പാലും തമ്മിൽ യോജിപ്പിക്കുക. തിള ചെറുതായി വരുമ്പോഴേക്കും അതിലേക്ക് ബദാമും പിസ്തയും ഇട്ട് കൊടുക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി തീ ചെറുതായി കുറച്ചിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. ഇനി നമുക്ക് പാൽപ്പൊടി കൊണ്ടുള്ള ബോളുകൾ തയ്യാറാക്കാം. അതിനായി 1 കപ്പ് പാൽപ്പൊടി എടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ആണെങ്കിൽ 1 നുള്ള ഇടാവൂ. ഇനി നെയ്യ് 2 ടീസ്പൂൺ അതിലേക്ക് ഒഴിക്കുക. ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിക്കുക. സാധാരണ പനീർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, പക്ഷേ അതിനേക്കാളും ടേസ്റ്റാണ് മിൽക്ക് പൗഡർ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട അടിച്ച് ചേർക്കണം. മുട്ട എല്ലാം കൂടെ ആദ്യമേ ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കുക. എല്ലാം കൂടെ ഒഴിച്ചാൽ ചിലപ്പോൾ കൂടിപ്പോവും. അതുകൊണ്ട് കുറേശ്ശെ ആവശ്യത്തിന് മാത്രം ഒഴിച്ചൊഴിച്ച് യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ മാവിൻ്റെ പരുവം ആവുന്നത് വരെയും ആ രീതിയിൽ കുഴച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് എടുത്ത് ഉരുളകളാക്കി കൈയുടെ വെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഉരുട്ടി പ്രസ് ചെയ്ത് എടുക്കുക. വലിയ ഉരുളകളാവാൻ പാടില്ല, ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കുക. മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. പാല് തിളച്ചോന്ന് നോക്കാം. 1 ലിറ്റർ പാല് കുറുകി 3/4 ലിറ്റർ ആകുന്നവരെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു കപ്പ് മിൽക്ക് പൗഡറിൽ നിന്നും നമുക്ക് 15 ബോളുകൾ തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കുങ്കുമപ്പൂ ചേർക്കാം. ഈ കുങ്കുമപ്പൂ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുങ്കുമപ്പൂ ചേർത്താൽ ഒരു കളറ് കിട്ടും, ചെറിയൊരു മണവും കാണും. അതിന് വേണ്ടിയാണ്.
ബദാമും പിസ്തയും കുങ്കുമപ്പൂവും ഇല്ലെങ്കിലും റസ്മലായി നന്നായി രുചിയോടെ തയ്യാറാക്കി കഴിക്കാൻ പറ്റും. ഇതെല്ലാം ക്യാമറയിൽ കാണുമ്പം നല്ല ഭംഗി കൂടുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ടേസ്റ്റും കൂടുതലായിരിക്കും ഇതെല്ലാം ചേർക്കുമ്പോൾ. ഇല്ലെങ്കിലും റസ്മലായി കഴിക്കാൻ പറ്റും. ഇനി 1 ലിറ്റർ പാല് 3/4 ലിറ്ററായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോളുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെ അത് വേവിച്ചെടുക്കണം. വേവിച്ച് വരുമ്പോഴേക്കും ഒരു ഭാഗം വെന്ത് വരുമ്പോഴേക്കും ബോൾ കുറച്ചുകൂടി വലുതായി വന്നതായി കാണാൻ പറ്റും നമുക്ക്. ഇനി അതെല്ലാം തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് അതുപോലെ 5 മിനിറ്റ് വീണ്ടും വേവിച്ചെടുക്കണം. അപ്പോൾ പാലും കുറേ കുറുകും, ഈ കൂട്ടും നന്നായി 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. നമുക്ക് നോക്കാം. നല്ല കളറൊക്കെ വന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ കുങ്കുമപ്പൂവിൻ്റെ കളറൊക്കെ ഇറങ്ങി നല്ല മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പാലും എല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. പാൽപ്പൊടിയൊക്കെ ഉള്ളവർ എളുപ്പം തയ്യാറാക്കാൻ പറ്റും. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.